ഈ കഴിഞ്ഞ 25 മാർച്ച് മാസത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഒരു കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തിൽ കേരളോത്സവം നടത്തിയിരുന്നു, വിത്തുത്സവം. ആ വിത്തുത്സവത്തിൽ അവിടെ വന്ന എല്ലാ ജില്ലയിലെ കർഷകരാണ് പലതരം വിത്തുകൾ, അതായത് പച്ചക്കറി വിത്തുകൾ, പിന്നെ നെൽവിത്തുകൾ, പിന്നെ ഇടവിള കൃഷികൾ വിത്തുകൾ, അങ്ങനെ എല്ലാ വിത്തുകളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ അവിടെയുള്ള മുഴുവൻ ജില്ലയിലെ കർഷകരായിട്ട് നല്ല ബന്ധമുണ്ടാക്കി. 3-4 ദിവസത്തെ അവിടെ പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ തന്നെയായിരുന്നു ഞങ്ങളെ താമസ സൗകര്യവും നമുക്ക് എല്ലാ സൗകര്യവും അവിടെ ഒരുക്കിക്കൊണ്ടായിരുന്നു. അപ്പോൾ അവിടെ മന്ത്രിമാർ വരുന്നുണ്ട്, പിന്നെ പല ജില്ലയിലെ പ്രമുഖർ വരുന്നുണ്ട്, പിന്നെ പത്മശ്രീ കിട്ടിയവരുണ്ട്, രാഷ്ട്രപതിൻ്റെ അവാർഡ് കിട്ടിയ, പ്രധാനമന്ത്രിൻ്റെ അവാർഡ് കിട്ടിയ ആൾക്കാരുണ്ട്, ജില്ലയിലെ മികച്ച കർഷകൻ്റെ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ കർഷകരും വരുമ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ എല്ലാ കർഷകരായിട്ട് പരിചയപ്പെടുകയാണ്. അപ്പോൾ അവരെ അടുത്ത് പോയിട്ട് കൊണ്ടുവന്ന വിത്തിനേക്കാട്ടിലും മറ്റുള്ള ഇനങ്ങൾ വിത്തിൻ്റെ ഗുണനിലവാരം, അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, എത്ര മൂപ്പുണ്ട്, അങ്ങനെ പല വിവരങ്ങൾ അവരിൽ നിന്ന് സമ്പാദിച്ചെടുത്ത് അപ്പോൾ തോന്നി ഇത് ഈ കൃഷി ഒന്ന് മാറ്റി നോക്കിയാൽ എന്താ, നമ്മളെ കയ്യിലുള്ളതൊക്കെ സ്റ്റോക്ക് അവിടെ വെച്ചിട്ട് പുതിയ ഇനങ്ങളിലേക്ക് കിടക്കുക എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ കൃഷിയിലേക്ക് വരുന്നത്. അപ്പോൾ പല ഭാഗത്തു നിന്ന് ആൾക്കാർ എന്നോട് വിത്തിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ പല ജില്ലയിൽ പോയിട്ട് കർഷകരെ കൂട്ടിക്കൊണ്ട് അവർക്ക് വിത്ത് വാങ്ങിക്കും. അപ്പോൾ അവരുടെ അടുത്ത് ഞാനും കുറച്ച് വാങ്ങിക്കും. അങ്ങനെ കുറച്ച് എല്ലാ വിത്തുകളും കൊണ്ടുവന്ന് ശേഖരിച്ചാണ് ഇപ്പോൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇത് നമ്മളെടുത്ത് ഇപ്പോൾ 1 കിലോ കൊണ്ടുവന്ന് 200-300 ഉറുപ്പ്യ വില കൊടുത്ത് വാങ്ങി വരുമ്പോൾ, അപ്പോൾ നമ്മൾ 1 കിലോ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും 10 കിലോ കിട്ടുമല്ലോ. അപ്പോൾ അത് നമ്മളും കൃഷി ചെയ്യുക, കുറച്ച് ആരെയും ചോദിച്ചാൽ അവർക്ക് കൊടുക്കുക, അല്ലാതെ ഭക്ഷണമായിട്ട് കഴിക്കണമെന്നല്ല. അപ്പം ജനങ്ങളിലേക്ക് മാറ്റം വരുത്തുക. അപ്പോൾ ഇതിങ്ങനെ കാണാൻ പലരും വരും. അപ്പം പുതിയ തലമുറയിലേക്ക് ഇങ്ങനെ ചെയ്താൽ ജൈവ രീതിയിൽ കീടനാശിനി ഉപയോഗിക്കാതെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അച്ഛൻ നേരത്തെ കൃഷിക്കാരനാണ്, ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും കൃഷിയൊക്കെ ഞാൻ ജനിച്ച് വീട് തന്നെ ഒരുപാട് 3-4-5 ഏക്കർ സ്ഥലം വയലുള്ള അച്ഛൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ആ കൃഷി രീതി കണ്ട് പഠിച്ച് ഇപ്പോൾ അച്ഛൻ പോയാലും നമ്മൾ ആ കൃഷി തുടർന്ന് പോകണമെന്നൊരു ആഗ്രഹവും കൂടിയുണ്ട്. അച്ഛനിപ്പോൾ ഇല്ല, അപ്പോൾ തുടർന്ന് കൊണ്ടുപോവുക, മരിക്കുന്നവരെ കൊണ്ടുപോകണം, പുതിയ ആൾക്ക് പുതിയ അറിവ് സംഭവിച്ചു കൊടുക്കണം, ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിയ വിത്തുകൾ, ഇനിയും ഞാൻ പുതിയ വിത്തുകൾ ഇതിൽ നിന്ന് മാറ്റം വരുത്തി. ഇപ്പം എൻ്റെ അടുത്തുള്ളത് പഴയ വിത്തുകളുണ്ട്, ഉമ, വെതാണ്ടോ, തെക്കേ, ഇതൊക്കെ മാറ്റിയിട്ട് അടുത്ത ഇനം 16 ഇനം 15 ഇനം 20 ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് വേറെ ഇനങ്ങൾ നെല്ല് കൊണ്ടുവന്നിട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ രക്തശാലി നെല്ലാണ് ആദ്യം കൊണ്ടുവന്നത്. അതിന് വാങ്ങുമ്പോൾ തന്നെ ഒരു കിലോയ്ക്ക് 500 ഉറുപ്പ്യ കൊടുത്താണ് രക്തശാലി നെല്ല് വാങ്ങിയത്. പിന്നെ അത് അതായത് ഷുഗറുകാർ ഉപയോഗിക്കുന്ന ഒരു അരിയാണെന്ന് പറഞ്ഞതുകൊണ്ട്, അപ്പോൾ അത് നമ്മൾ 1 കിലോ കൊണ്ടുവന്ന് നെല്ലാക്കി മാറ്റി, പിന്നെ അത് വളർത്തി കൊണ്ടുവന്ന് വീണ്ടും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അത് 150 ഉറുപ്പ്യയ്ക്ക് അരി കൊടുക്കുന്നത്. 500 ഉറുപ്പ്യയ്ക്ക് വാങ്ങുന്ന വിത്ത് ഞങ്ങൾ 150 ഉറുപ്പ്യ അരി കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കി. പാവപ്പെട്ടവനും സാധാരണക്കാർക്കൊക്കെ കഴിക്കാവുന്ന രീതിയിലേക്ക് മാറ്റം വരുത്തി. അതുപോലെ ഇപ്പോൾ ബിരിയാണീൻ്റെ അരി വലിയ വില കൊടുത്താണ് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് വില കുറച്ച് കൊടുക്കാൻ കഴിയും. അങ്ങനെ ജനങ്ങളിലേക്ക് ഇങ്ങനെ വന്ന് ചെറുപ്പക്കാരൊക്കെ എല്ലാവരും ഗവൺമെൻറ് ജോലി, കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട് പല മേഖലയിൽ പോകുമ്പോൾ നമ്മൾ പ്രകൃതി സംരക്ഷിക്കാൻ പോലും ആളില്ല. അപ്പോൾ നെൽവയലുകളൊക്കെ തരിശു ഭൂമിയായി കിടക്കുന്നു, കൊയ്യാൻ ആളില്ല. നമ്മൾ കീടനാശിനി അടിച്ചതും പിന്നെ വിഷാംശം അടിച്ചതും പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നല്ല ഇനം വിത്തുകൾ സങ്കല്പിക്കുക. എൻ്റെ അച്ഛനൊന്നും ഇതുവരെ ഒരു പല്ലിന് പോലും കേട് വന്നിട്ടില്ലായിരുന്നു, പിന്നെ കാഴ്ചയ്ക്ക് ഉറപ്പല്ല, ഒന്നുമില്ലായിരുന്നു. അപ്പം പഴയ കാലത്തുള്ള നല്ല ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ്. ഇപ്പോൾ ഉള്ളവർക്കൊക്കെ ഫാസ്റ്റ് ഫുഡും പല കാര്യങ്ങളും ഈ ഹോട്ടലിൽ പോയി കഴിക്കുന്നതും പിന്നെ അല്ലാണ്ട് വാങ്ങി കഴിക്കുന്നതൊക്കെ ശരീരം എന്നും സൂക്കേട് ഹോസ്പിറ്റലാണ്. എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മരിക്കാൻ കാലഘട്ടത്തിലാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നത്. അതുവരെ അച്ഛന് ഒരു മരുന്ന് പനി പോലും ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കുക എന്താ വെച്ചാൽ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സൂക്കേട് കുറയും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയാതെ ഞാൻ ഹോസ്പിറ്റലിൽ ഇതുവരെ അങ്ങനെ കിടക്കേണ്ടി വന്നിട്ടില്ല. ദിവസവും നമ്മളുണ്ടാക്കുന്ന നെല്ലിൻ്റെ കഞ്ഞി, ചോറ്, പിന്നെ പിട്ട്, പത്തിരി ഒക്കെ നമ്മളുണ്ടാക്കുന്ന മില്ലിൽ ഇപ്പോൾ പുതിയൊരു മെച്ചം കൂടി ഉണ്ട്. ഇപ്പോൾ തവിട് പോവാതെ നെല്ല് മില്ലിൽ കൊടുത്താൽ കുത്തിക്കിടും. അപ്പം ഉമി അങ്ങോട്ട് പോവുക, ബാക്കിയുള്ള തവിട് അടക്കം കിട്ടുന്നുണ്ട്. അപ്പം തവിട് എന്ന് പറഞ്ഞാൽ വിറ്റാമിനിൽ എല്ലാ ഘടകങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തവിട് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് മാറ്റം വരുത്തുക, പിന്നെ ജനങ്ങളിലേക്കൊക്കെ പങ്കെടുപ്പിക്കുക. പച്ചക്കറിയിലേക്കാണ് ആദ്യം ഞാൻ വന്നത്. ഇപ്പോൾ ഞാൻ നെൽകൃഷിയിലേക്കാണ് കൂടുതൽ നെൽകൃഷികൾ നടത്തുകയാണ്. ആദ്യത്തെ 5-8 ഏക്കർ സ്ഥലത്ത് 100-150 കുടുംബാംഗങ്ങളെ കൃഷിയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ നെൽകൃഷിയിലേക്ക് ഇപ്പോൾ ഏതാണ്ട് ഒരു 10-15 ആൾ വരെ ഇപ്പോൾ എൻ്റെ അറിവിൽ പല സ്ഥലത്തായിട്ട് പുതിയ നെല്ല് ചെയ്യാൻ ചെറുപ്പക്കാർ, മാഷ്മാർ, റിട്ടയർഡ് മാഷ്മാരൊക്കെ വരുന്നുണ്ട്. ഇനിയും ആൾക്കാർ ഇപ്പോൾ പുതിയ വിത്തിന് ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ വീടുകളിലൊക്കെ പോയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ഇനിയും കൃഷിയിലേക്ക് മാറ്റിയാൽ നമ്മളെ കേരളത്തിൽ ഇമ്മക്കുള്ള അരി നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തൊഴിലാളികളെ കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം തൊഴിലുറപ്പ് മേഖലയിൽ പോകുന്നതുകൊണ്ട് ഇപ്പോൾ സാധാരണ നെല്ല് കൊയ്യാൻ വരുന്ന സ്ത്രീകളൊന്നും ഇപ്പം വരുന്നില്ല. ഒരു തൊഴിലുറപ്പിന് പോവുക അത് ഇത്ര ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ അത് വെയിൽ കൊള്ളേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഗുണം തൊഴിലുറപ്പിന് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബംഗാളികളെ വിളിക്കുന്നത്, ബംഗാളികൾ ഇപ്പം മലയാളമൊക്കെ പഠിച്ച് സാമ്പത്തികത്തെ പറ്റിയൊക്കെ പഠിച്ചുകൊണ്ട് ഇപ്പോൾ അവർക്ക് 900-1000 ഉറുപ്പ്യ കൂലിയാണ്. അതുകൊണ്ട് നമുക്കൊരു സാമ്പത്തിക നഷ്ടമുണ്ട്. അപ്പോൾ അത് തൊഴിലുറപ്പ് കേരളത്തിൽ തന്നെയെങ്കിൽ തൊഴിലുറപ്പ് മേഖലേനെ നെൽകൃഷി ഇറക്കുകയാണെങ്കിൽ
നമ്മൾ കേരളത്തിലേക്ക് അരി പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരികയില്ല. ഇപ്പോൾ ഈ വയൽ നിങ്ങൾ കാണുന്നില്ലേ, ഇതിപ്പോൾ പുതിയൊരു ജ്യോതി എന്ന് പറഞ്ഞ ഇവിടെ തന്നെ ഇതിപ്പോൾ കൃഷിഭവൻ ഒരു വിത്ത് തന്ന് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയുണ്ട് കണ്ട് ഗുണനിലവാരം എങ്ങനെയുണ്ട് ഇനി നമ്മൾ കഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത് കാണുമ്പോൾ ജനങ്ങൾ നല്ല നെല്ലായിട്ട് കാണുമ്പോൾ ആ തിരക്കേടില്ല, നല്ല ഭക്ഷണമാണ്, നല്ല സ്വാദുള്ള അരിയാണ്, അല്ലെങ്കിൽ ചോറാണ് എന്നാൽ അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ജനങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത് ഉൽപ്പാദനം കൂടുതലുണ്ടാവും. മറ്റ് നമ്മളിൽ ബദാണ്ടെന്ന് പറയുന്നത് ഇവിടെ ഒരു കൃഷിയുള്ള ബദാണ്ടം തെക്കെന്ന് പറയുന്നത് അത് നല്ലൊരു കാറ്റും മഴയും പെയ്താൽ വെള്ളത്തിൽ വീഴും. ഹൈറ്റ് ഒരു മീറ്റർ 1.5 മീറ്റർ നീളം ഉണ്ടാവും. ഇത് 1/2 മീറ്റർ പോലും നീളമില്ല. മിഷനിൽ കൊയ്യാൻ പറ്റുന്ന നെല്ലാണിത്. ബദാണ്ട ഒരിക്കലും മിഷനിൽ കൊയ്യാൻ പറ്റില്ല. അത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് എപ്പോഴായാലും അത് മറിഞ്ഞു പോകും. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കേസാണ്. ബദാണ്ടെന്ന് പറയുന്നത് തെക്കെന്ന് പറയുന്നത് ഇത് ഉയരം കുറഞ്ഞുകൊണ്ട് മിഷനിലും കൊയ്യുക, അല്ലെങ്കിലും കൊയ്താലും നല്ല ഉൽപ്പാദനം ഇതിനുണ്ട്.